എക്കാലയിൽ ഫാമിലി ബ്ലോഗിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ക്രൂസ് യാത്ര പോയാലോ? നമ്മൾ ഇപ്പോൾ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലാണ് ഉള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ക്രൂസ് പുറപ്പെടുന്നത്. ഇന്ത്യയുടെ തെക്കുപടിഞ്ഞാറൻ തീരത്തുള്ള ഒരു പ്രധാന തുറമുഖ നഗരമായ കൊച്ചി ആഡംബര ക്രൂയിസുകളുടെ ഒരു കേന്ദ്രമാണ്. ആഭ്യന്തര, അന്തർദേശീയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തടസ്സമില്ലാത്ത കണക്ടിവിറ്റി. കൊച്ചി ക്രൂയിസ് യാത്രക്കാർക്ക് പ്രകൃതി സൗന്ദര്യം, സാംസ്കാരിക പൈതൃകം, ലോകോത്തര ആതിഥ്യം എന്നിവയുടെ മിശ്രിതം നൽകുന്നു. ഇത് അവിസ്മരണീയമായ ഒരു യാത്രയ്ക്ക് അനുയോജ്യമായി മാറും. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഡിന്നറോട് കൂടിയ സൺസെറ്റ് ക്രൂസ് ആണ്. വൈകിട്ട് 5 മണി മുതൽ 9 മണി വരെയാണ് യാത്രാസമയം. ഇത് കൊച്ചിക്കായലും അഴിമുഖവും കടന്ന് കടലിലൂടെ കുറേ ദൂരം സഞ്ചരിച്ച് സൺസെറ്റ് കണ്ട് ഡിന്നറും ആസ്വദിച്ച് നമുക്ക് തിരിച്ചു പോരാം. കൊച്ചിയുടെ ഹൃദയഭാഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് മറൈൻ ഡ്രൈവ്. കായലുകൾക്ക് അഭിമുഖമായി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ പ്രദേശം സന്ദർശകർക്ക് ഒരു പ്രധാന ഹാങ്ഔട്ട് സ്ഥലമാണ്. കൊച്ചിയിൽ കാഴ്ചകൾ കാണാൻ വരുന്നവർ ഒരിക്കലും മറൈൻ ഡ്രൈവ് സന്ദർശിക്കാതെ പോകില്ല. വേമ്പനാട്ട് കായലിന്റെ തീരത്ത് 3 കിലോമീറ്റർ നീളമുള്ള മനോഹരമായി നിർമ്മിച്ച മറൈൻ ഡ്രൈവ് സന്ദർശകർക്ക് തീർച്ചയായും ഒരു മനോഹരമായ അനുഭവം നൽകും. നടപ്പാതകൾ മാത്രമല്ല, മറൈൻ ഡ്രൈവിന് സമീപം ധാരാളം ഷോപ്പിംഗ് മാളുകളും ഭക്ഷണശാലകളും ഉണ്ട്. ഞങ്ങൾ ക്രൂസിലേക്ക് പ്രവേശിക്കുകയാണ്. മുകളിലെ നിലയിലാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിശാലമായ മുകൾ നില ലൈവ് ബാൻഡുകൾക്കും ഡൈനാമിക് ഡാൻസ് പ്രകടനങ്ങൾക്കും വേദിയാണ്. ആകെ 150 അതിഥികളെ ഉൾക്കൊള്ളുന്ന ക്രൂയിസ് ഒരു പ്രത്യേക അന്തരീക്ഷം ഉറപ്പാക്കുന്നു. പലതരം ക്രൂസ് ഷിപ്പുകൾ സവാരി കഴിഞ്ഞ് തിരിച്ചുവരുന്നത് കാണാം. വേമ്പനാട്ടുകായലിന്റെ മനോഹരമായ കാഴ്ചകളും ശാന്തമായ കാറ്റും ആസ്വദിച്ചുകൊണ്ട് വൈകുന്നേരങ്ങൾ ചെലവഴിക്കുന്നതിലൂടെയാണ് മറൈൻ ഡ്രൈവ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. എന്നാൽ വിനോദസഞ്ചാരികൾക്ക് മറൈൻ ഡ്രൈവ് നിരവധി കൗതുകകരവും ആകർഷകവുമായ പ്രവർത്തനങ്ങൾ. അതിൽ പ്രധാനം മറൈൻ ഡ്രൈവ് ബോട്ടിംഗ് ആണ്. നിരവധി സ്വകാര്യ, സർക്കാർ ഉടമസ്ഥതയിലുള്ള ബോട്ടുകളും ചെറിയ ക്രൂയിസ് സർവീസുകളും ഇവിടെയുണ്ട്. മനോഹരമായ തടാകത്തിൽ പ്രതിഫലിക്കുന്ന നഗര വെളിച്ചങ്ങൾക്കിടയിൽ അത്താഴം സംഘടിപ്പിക്കുന്ന ചില ക്രൂയിസുകളുണ്ട്. അതിലൊന്ന് നമ്മൾ സഞ്ചരിക്കുന്ന ഈ ക്രൂസാണ്. മറൈൻ ഡ്രൈവിൽ ബോട്ടിങ്ങിന് ഏറ്റവും അനുയോജ്യമായ സമയം നിസ്സംശയമായും വൈകുന്നേരങ്ങളും രാത്രികളുമാണ്. ഗുഡ് ഈവനിങ്, നമസ്കാരം. അയ്യോ, നിങ്ങളോടാണ് കേട്ടോ. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. നിയോ ക്ലാസിക് ക്രൂസ് ആൻഡ് ടൂർസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ക്ലാസിക് ഇമ്പീരിയൽ IRS ക്ലാസ് സീ ഗോയിങ് വെസലിലേക്ക് ഹാർദമായ സ്വാഗതം. സാധാരണ കൈയടിക്കാറുണ്ട്. താങ്ക് യു.
അപ്പൊ നിങ്ങൾ എല്ലാവരും പല സാഹചര്യത്തിലും പല സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരും നമ്മളെല്ലാവരും ചേർന്ന് കുറച്ച് മണിക്കൂർ അടിച്ചു പൊളിച്ച് തകർത്ത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു നല്ല ഓർമ്മയായിട്ട് വേണം എല്ലാവരും ഇവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട്, കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട്, സഹകരണം, പ്രോത്സാഹനം എല്ലാം വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. സപ്പോർട്ട് ഉണ്ടാവോ? പ്രോത്സാഹനം ഉണ്ടാവോ? ചില ആളുകളുടെ ഫേസിലേക്ക് ഞങ്ങളിപ്പോ പറഞ്ഞോളൂ. ഇവിടെയൊക്കെ കാണാം ഈ യാത്ര, ഈ കടൽ യാത്ര പോകുന്നതിന്റെ ഒരു സന്തോഷം കാണുന്നുണ്ട് അല്ലേ? ഇവിടെ നോക്കുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കടൽ യാത്ര പോകുന്നതിന്റെ ആകാംക്ഷയൊക്കെ കാണുന്നുണ്ട്. ഇനി ഈ ഫ്രണ്ട് സൈഡിലുള്ള ഒരു ബാക്ക് സൈഡിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ഈ ബാക്ക് സൈഡിൽ ഇരിക്കുന്നവരെ കണ്ടോ? ഒരു താല്പര്യമില്ല, ആരും നിർബന്ധിച്ചിരുത്തിയ പോലെയാണ്. അങ്ങനെയാണോ? കാശ് കൊടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ആരോട് ഒരു ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എൻജോയ് ചെയ്യുന്നെങ്കിൽ അല്ലെ, നിങ്ങൾ തന്നെ വിചാരിക്കണം. അപ്പൊ നമുക്ക് കുറച്ച് മണിക്കൂർ നമുക്ക് അടിച്ചു പൊളിക്കാം. റെഡിയാണോ? സപ്പോർട്ട് ഉണ്ടാവോ? ശരി, നമ്മൾ എന്തായാലും അടിച്ചു പൊളിച്ചിട്ട് വിടുമ്പോൾ അപ്പൊ എല്ലാവരും ചേർന്ന് ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി സ്നേഹത്തോടെ മനസ്സ് നിറഞ്ഞ് ഹൃദയം തുറന്ന് ഒരുമിച്ച് ഒരു പട്ടക്കപ്പെടുന്ന കൈഡിയെ നോക്കണേ ഇവിടുത്തെ എനർജി. യെസ്, എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. കാരണം നിങ്ങൾക്ക് ഒരുപാട് ആർട്ട് ഫോംസ് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ കൂടി നേരിയാണ്. എല്ലാവരുടെയും ഭാവി ജീവിതത്തിൽ എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യം നിറഞ്ഞ നാളുകളായിരിക്കട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നിയോ ക്ലാസിക് ക്രൂസ് ആൻഡ് ടൂർസിന്റെ ക്ലാസിക് ഇംപീരിയലിലേക്ക് ഹാർദമായ സ്വാഗതം. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ക്ലാസിക് ഇംപീരിയലിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാണ്ട്. വേറെ ഒന്നുമല്ല, ഈ കടലിലേക്ക് പോകുന്ന വെസലായതുകൊണ്ട് പലർക്കും ചെറിയ പേടി, ഡൗട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ക്ലാസിക് ഇംപീരിയലിന്റെ നീളം എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. ക്ലാസിക് ഇംപീരിയലിന്റെ വീതി 11 മീറ്റർ ആണ്. ഹൈറ്റ് 10 മീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സേഫ്റ്റി എക്യുപ്മെന്റ്സ് ആദ്യം തന്നെ എടുത്ത് പറയാനുള്ളത്. നമ്മുടെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ബാക്ക് സൈഡിൽ കാണാം, റെഡ് ടീഷർട്ട് ഇട്ട് കുറച്ച് പേരെ കണ്ടിരുന്നോ? അവരാണ് നമ്മുടെ ക്ലാസിക് ഇംപീരിയലിലെ ലൈഫ് ഗാർഡ്സ് ആണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 6 ലൈഫ് ഗാർഡ്സ് ആണ്. അതുപോലെ 230ഓളം ലൈഫ് ജാക്കറ്റുകൾ, 10 ലൈഫ് ബോ, 4 ബോയിന്റ് അപ്പാരറ്റൈസ്. ഇതൊക്കെയാണ് ഈ ക്ലാസിക് ഇംപീരിയൽ സേഫ്റ്റി എന്ന് പറയുന്നത്. 2023 നവംബർ 29 കേന്ദ്ര റോഡ് ഹൈവേ മിനിസ്റ്റർ ആയിട്ടുള്ള നിതിൻ ഗഡ്കരി സാറാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. 2 വർഷം പിന്നിടുമ്പോൾ ക്ലാസിക് ഇംപീരിയൽ എന്ന് പറഞ്ഞ വെസൽ ഇന്നേക്ക് കേരള ടൂറിസത്തിൽ നമ്പർ 1 ആണ്. അതിനുള്ള കാരണം നിങ്ങളെ പോലുള്ള ആളുകളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഈ ക്ലാസിക് ഇംപീരിയൽ വെസലിന് പ്രത്യേകിച്ച് അഡ്വർടൈസ്മെന്റോ പ്രമോഷനോ ഒന്നുമില്ല. ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത് നമ്പർ 1 എത്തിയിരിക്കുന്നത്. അപ്പോ ഒരിക്കൽ കൂടി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ഗസ്റ്റുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഓക്കെ, നമ്മൾ വെസൽ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് കുറച്ച് മ്യൂസിക്കൽ ജേണി കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അമേസിംഗ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസും വോക്കലിസ്റ്റുകളാണ് നമുക്ക് പെർഫോം ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ശരിക്കും തീവ്ര ലൈവ് മ്യൂസിക് ബാൻഡാണ് ഇന്ന് നമുക്കിവിടെ പെർഫോം ചെയ്യാൻ. സൗത്ത് ഇന്ത്യയിൽ തന്നെ 10th പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ഒരു മ്യൂസിക് ബാൻഡാണ് തീവ്ര. അപ്പൊ അവരുടെ മ്യൂസിഷ്യൻസിനേക്കും അതുപോലെ വോക്കലിസ്റ്റുകളെയും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈയ്യടി കൊടുത്തേക്കണം. വേറെ ഒന്നുമല്ല, നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് ഓരോ കലാകാരനും കിട്ടുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി ഇന്ന് പെർഫോം ചെയ്തിരിക്കുന്ന വോക്കലിസ്റ്റുകളെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒരുപാട് വേദികളിലൂടെ എല്ലാം സ്വതസിദ്ധ ശൈലിയിൽ ഗാനങ്ങൾ ആലപിച്ച് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയിട്ടുള്ള ഒരു ഗായകനാണ്. ആദ്യം നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്ന നല്ലൊരു കൈയ്യടി കൊടുക്കാം. വെൽക്കം മിസ്റ്റർ സൂരജ് പ്ലീസ്. അതേപോലെ തന്നെ നമുക്കൊരു മറ്റൊരു ഗായിക കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം സുപരിചിതയായിട്ടുള്ള ഒരു ഗായികയാണ് നമുക്ക് വേണ്ടി ഇന്ന് പാടാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. നല്ലൊരു കൈയ്യടി കൊടുക്കാൻ വെൽക്കം ചെയ്യുന്നു നിരോഷ പ്ലീസ്. അതേപോലെ തന്നെ അമേസിംഗ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് കൂടിയുണ്ട്. കീബോർഡ് ആദ്യം പ്ലേ ചെയ്യാൻ എത്തിയിരിക്കുന്ന കലാകാരനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം അലൻ പ്ലീസ്. അലൻ. അതേപോലെ തന്നെ നമുക്ക് ഡ്രംസ് പ്ലേ ചെയ്യാൻ എത്തിയിരിക്കുന്ന കലാകാരൻ എന്ന് പരിചയപ്പെടുത്തുകയാണ്. ഡ്രംസിന്റെ പ്രത്യേക സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ് നമ്മുടെ ഡ്രംസ്. ഇത് ഒരു 11 പീസ് ഇലക്ട്രിക് ഡ്രം ആണ് കേട്ടോ ഈ പ്ലേ ചെയ്യാൻ പോകുന്ന കലാകാരൻ. അറ്റ് എ ടൈമിൽ 2 കൈകൊണ്ട് 2 താളം പ്ലേ ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ് മിസ്റ്റർ എൽവിസ്. നല്ലൊരു കൈ കൊടുക്കാം. വെൽക്കം എൽവിസ്. അതേപോലെ തന്നെ നമുക്ക് വേണ്ടി ബേസ് ഗിറ്റാർ പ്ലേ ചെയ്യുന്ന 6th ഡിഗ്രി ബേസ് ഗിറ്റാറിൽ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ് മിസ്റ്റർ റോഷൻ. പ്ലീസ് വെൽക്കം റോഷൻ. ഇവരൊക്കെയാണ് നമ്മുടെ മ്യൂസിക്കൽ കൺസേർട്ടിലുള്ള കലാകാരന്മാരെ. ഇനി എന്നെ കൂടി ഒന്ന് പരിചയപ്പെടുത്താട്ടോ. പലരും ഇവിടെ വന്നപ്പോൾ പറഞ്ഞു എവിടെ കണ്ട് പരിചയമുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടു. ഓക്കെ, അപ്പൊ മുടിയൊക്കെ വളർത്തിക്കൊണ്ട് പലർക്കും മനസ്സിലാവാത്താണ്. അറിയാവുന്ന രീതിയിൽ നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബബിൻ എന്നാണ്. ബിബിൻ അല്ല, ബബിൻ. ശ്രദ്ധിച്ചു നോക്കിയോളൂ, കണ്ടില്ലെന്നാരും പറഞ്ഞേക്കരുത്. ഞാൻ ഒട്ടനവധി TV ചാനൽ പരിപാടികൾ, സ്റ്റേജ് പെർഫോമൻസ്, ഇന്റർനാഷണൽ പ്രോഗ്രാംസ്, കുറെ സിനിമകൾ, കുറെ സീരിയലുകൾ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് പറയണം, കണ്ടിട്ടുണ്ടോ എന്നെ? ഫ്ലോ പോയല്ലോ, ഒരു വിളിച്ചേ. ഒന്നുകൂടി പറയാം. കുറെ TV ചാനൽ പരിപാടികള്,
സ്റ്റേജ് പെർഫോമൻസ്, ഇന്റർനാഷണൽ പ്രോഗ്രാം, സിനിമകൾ, സീരിയലുകൾ കണ്ടിട്ടുണ്ടോ എന്ന്? ഇല്ല. ആഗ്രഹം മാത്രമേ എന്റെ പൊന്നുമ്മച്ചി എന്നെ ആരെ വിളിക്കാൻ. അങ്ങനെ വലിയ പരിപാടിയൊന്നും കിട്ടിയിട്ടില്ല. ചെറിയൊരു കലാകാരനാണ്, ഒരു ആഗ്രഹം. വേറെ ഒന്നുമില്ല. ഇവർക്ക് കൊടുത്ത കയ്യിലിട്ട് ബാക്കി എനിക്ക് കൂടി തന്നേക്കാമോ? താങ്ക് യു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? നമ്മളെല്ലാവരും ആസ്വദിക്കാൻ എത്തിയിരിക്കുന്നതാണ് അല്ലേ? അപ്പൊ അത് ആസ്വദിപ്പിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, തുടങ്ങാം. റെഡിയാണോ? നല്ലൊരു പാട്ടിൽ തുടങ്ങാം നമുക്ക്. ഫാസ്റ്റ് വേണോ, മെലഡി വേണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന പാട്ട് ഇപ്പൊ പാടും. പറ, ഏത് വേണം? ഫാസ്റ്റ് വേണോ, മെലഡി വേണോ? പറ, ഫാസ്റ്റ് വേണോ? കൂടി കാണാൻ സാധിക്കും. അതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് കേട്ടോ. ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് സൈഡിലാണ്. അവിടെ അത് തിരിയുമ്പോൾ കാണിച്ചത് റൈറ്റ് സൈഡിലേക്ക് നോക്കി വന്ന് ഇവിടെ വലിയൊരു ഷിപ്പ് കാണാം. അതിന്റെ സൈഡിൽ കുറച്ച് പൈപ്പ് ലൈൻസ് പോയിരിക്കുന്നത് കാണാം. ആ കാണുന്ന സ്ഥലത്തെ പറയുന്ന പേര് COT എന്നാണ് കേട്ടോ, കൊച്ചിൻ ഓയിൽ ടെർമിനൽ. കൊച്ചി റിഫൈനറി സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് അറിയാമോ? അമ്പലമുകൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് റിഫൈനറി സ്ഥിതി ചെയ്യുന്നത്. റിഫൈനറിയിലേക്ക് ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ ഡീസൽ, പെട്രോൾ ഒക്കെ കൊണ്ടുവന്നൊരു വലിയ ഷിപ്പാണ് കാണുന്നത്. ഒരു ഓയിൽ ടാങ്കറാണ്. നമ്മൾ കാണുന്നതിനെല്ലാം ഷിപ്പ്, കപ്പൽ എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ മറൈനിൽ ഓരോന്നിനെയും ഓരോ തരത്തിലാണ് വിഭജിച്ചിരിക്കുന്നത്. ആ കാണുന്നത് ഒരു ഓയിൽ ടാങ്കറാണ്. ആ കാണുന്ന ഷിപ്പിൽ ഫുള്ള് ഡീസലോ പെട്രോളോ ആയിരിക്കും. ആ സൈഡിൽ കാണുന്ന വൈറ്റ് കളറിലെ പൈപ്പ് ലൈനിലൂടെ നമ്മൾ ഈ പോകുന്ന കൊച്ചി കായലിന്റെ അടിയിലൂടെ 24 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് റിഫൈനറി സ്ഥിതി ചെയ്യുന്നത്. റിഫൈനറിയിലേക്ക് ഡീസൽ, പെട്രോൾ കൊണ്ടുവന്ന ഷിപ്പാണെങ്കിൽ ആ ഇനി കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ കൊച്ചിൻ ഷിപ്പ്യാർഡ്, കൊച്ചിയിലെ കപ്പൽ നിർമ്മാണശാല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ കാണുന്ന ഷിപ്പ്യാർഡില് ഇന്ത്യയുടെ ചരിത്രമായി മാറിയ ഒരു വലിയ വാർഷിപ്പ് ഈ കാണുന്ന ഷിപ്പ്യാർഡിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരറിയോ ആർക്കെങ്കിലും? ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച വാർഷിപ്പ്, നമ്മൾ ഈ ഫൈറ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനായിട്ടുള്ള യുദ്ധത്തില് കറാച്ചിയിലേക്ക് ബോംബിട്ടത് ആ ഷിപ്പിൽ നിന്നാണ്. INS വിക്രാന്ത് നിർമ്മിച്ചത് ആ കാണുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. ഞാനൊരു കമ്പാരിസൺ ഒന്നുമല്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഐഡിയ ഒരു അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസിക് ഇമ്പീരിയലിന്റെ നീളം എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. ക്ലാസിക് ഇമ്പീരിയലിന്റെ വീതി 11 മീറ്റർ ആണെന്ന് പറഞ്ഞു. ഇനി INS വിക്രാന്തിനെ കുറിച്ച് ഒന്ന് പറയാട്ടോ. 282 മീറ്റർ ആണ് INS വിക്രാന്തിന്റെ നീളം. 62 മീറ്റർ ആണ് INS വിക്രാന്തിന്റെ വീതി. 30 എയർക്രാഫ്റ്റ് ഒരു സമയം ക്യാരി ചെയ്യാൻ പറ്റുന്നത്ര വലിപ്പമുള്ള ഇന്ത്യയുടെ 3ാമത്തെ എയർക്രാഫ്റ്റ് കാരിയർ ആണ് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച INS വിക്രാന്ത്. ഇവിടെ കാണാം ഒരു ഫുട്ബോളിന്റെ ആകൃതിയിൽ ഗ്രേ കളറുള്ള ഒരു ഷിപ്പ് കൂടി കാണാം കേട്ടോ. മിക്കവാറും ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ ഡൗട്ട് ആയിട്ട് ചോദിക്കുന്നത് ഇത് മറഡോണയുടെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വല്ല ഫുട്ബോൾ ആണെന്നല്ല. അത് മറ്റൊരു ഇന്ത്യൻ നേവിയുടെ തന്നെ പവർഫുൾ ആയിട്ടുള്ള വെസലാണ് കാണുന്നത്. INS ധ്രുവ് എന്നാണ് ആ ഷിപ്പിന്റെ പേര്. ലോക രാജ്യങ്ങളിൽ 5 രാജ്യങ്ങൾക്ക് ആ ഷിപ്പുള്ളൂ. അതൊന്നും ഇന്ത്യക്കാണ്. ചൈന, റഷ്യ, ജപ്പാൻ, അമേരിക്ക, ഇന്ത്യ, ഈ 5 കൺട്രീസിനെ അതേപോലെ ഒരു ഷിപ്പുള്ളൂ. INS
ധ്രുവ് എന്നാണ് അതിന്റെ പേര്. ബാക്ക് സൈഡിൽ കാണുന്നത് ഒരു റഡാർ സിസ്റ്റമാണ്. അയൽ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മിസൈലുകളോ സബ്മറീനോ അങ്ങനെ എന്ത് വന്നാലും ആ കാണുന്ന INS ധ്രുവ് അവിടെ കിടന്നാൽ അത് കണ്ടുപിടിക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഫ്യൂച്ചറിലേക്ക് വേണ്ടി നിർമ്മിച്ച ഒരു വെസലാണ് ആ കാണുന്ന INS ധ്രുവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു പാട്ടിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ശരി, ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോ കാണുന്ന കാഴ്ചകളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്നും കൂടെ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ പാട്ട് ഒരു പഴയ പാട്ടാണ്, പക്ഷെ അതിന്റെ റിമിക്സ് വെർഷനാണ് ഇവിടെ പാടുന്നത്. ഏത് പാട്ടാണെന്ന് എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? തേജഭായ് ആൻഡ് ഫാമിലിയിലെ ഈ സോങ് റിമിക്സ് വെർഷനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. മനസ്സിലാകുന്നത് എന്താണ്? ഞാൻ ഈ സൈഡിലുള്ളവരോട് പറയാട്ടോ, നിങ്ങൾ ബേസിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് യാതൊരു പരിചയമില്ലാത്ത ഞാൻ നിങ്ങളുടെ അടുത്ത് 10 പവന്റെ മാല പണയം വെക്കാൻ ചോദിച്ച പോലെ ഇരിക്കുക. 15 വയസ്സ് താഴെയുള്ള കുട്ടികളെ എല്ലാവരും പറഞ്ഞോട്ടെ. 15 വയസ്സ് താഴെയുള്ളത്, 20 വയസ്സും താഴെയുള്ളത്, 20 വയസ്സും താഴെയുള്ളത് അതൊക്കെ വരാനുള്ളൊരു മനസ്സുണ്ടല്ലോ. കുട്ടികളുടെ മനസ്സായിപ്പോഴും എല്ലാവരും കയറുക. കുട്ടികളെയൊക്കെ പറഞ്ഞു ഇനി ഇരിക്കുന്ന അവിടെ ഒരു കുട്ടി ഇരിക്കുന്നു റെഡ്. വരൂ, വാ, ഇവിടെ വാ. ഇല്ലെങ്കിൽ എല്ലാവരും ഓൾസ്റ്റാൻഡ് കുറയുന്നേ. വാ, ഓടി വാ. പേടിക്കുന്നു വാ. ഇനിയും കുട്ടികളെ പറഞ്ഞിട്ട് ഇവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട്. മൊബൈലായിരിക്കും കയ്യിലല്ലേ? മൊബൈലാണോ കയ്യിൽ? എന്താ വിളിച്ചാലും വരാത്തത്? കേൾക്കുകയില്ല പറഞ്ഞാൽ. ഓടി വാ. ശരി.
താങ്ക് യു. ഇവിടെ ഒരു കുഞ്ഞുമോൻ ഡാൻസ്. ഒരു വലിയ ഷിപ്പ് കാണാം. അതിനകത്തുള്ള മാച്ച് ബോക്സ് ഇതിൽ കൂടെ അടക്കി വെച്ചിരിക്കുന്ന പോലെ കുറെ കണ്ടെയ്നറുകൾ കാണാൻ സാധിക്കും. അതാണ് വല്ലാർപാടം ഇന്റർനാഷണൽ കണ്ടെയ്നർ. മുസരീസ് ബിനാലെ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അതാണ് ബിനാലെ നടക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെ ഒരു 2 ജങ്കാർ സർവീസ് കാണാം. ഈ കാണുന്നത് റോറോ എന്നാണ് ജങ്കാർ സർവീസിന്റെ പേര് കേട്ടോ. റോൾ ഓൺ റോൾ ഓഫ്. അതിന്റെ പ്രത്യേകതയാണ് ആ പേര് വരാൻ കാരണം. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഒരു സൈഡിൽ കൂടി ആളുകളെയും വാഹനങ്ങളെയും ആരുടെയും സഹായമില്ലാതെ ഒരു സൈഡിൽ കൂടി ഉരുണ്ടകത്തേക്ക് കയറുന്നതിനെ പറയുന്നത് റോൾ ഓൺ എന്നാണ്. സ്ഥലത്തേക്ക് പോകും. അപ്പൊ ഇത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ്. ഈ വൈപ്പിനെ കുറിച്ച് പറയുമ്പോൾ പലരുടെ മനസ്സിലേക്ക് വരുന്നത് വിഷമന്തി ദുരന്തം അല്ലെ. അങ്ങനെ ഒരു വിലയില്ലാത്തൊരു ദ്വീപായിരുന്നു. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഏഷ്യാ ഭൂഖണ്ഡത്തിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ 2ാമത്തെ ദ്വീപ് വൈപ്പിനാണ്. ആദ്യത്തേത് ഇന്തോനേഷ്യയാണ് കേട്ടോ. ഏഷ്യാ ഭൂഖണ്ഡത്തിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ 2ാമത്തെ ദ്വീപ് വൈപ്പിനാണ്. ആദ്യത്തേത് ഇന്തോനേഷ്യയാണ്. ഈ കാണുന്നതെല്ലാം ചീനവലകളാണ്. ചൈനീസ് ഫിഷിംഗ്. ചൈനയിൽ നിന്ന് വന്നതുകൊണ്ട് മലയാളികൾ ഓമന പേരിട്ട് കൊഞ്ചിച്ച് വിളിച്ചതാണ് ചീനവല. എല്ലാവരും മാറ്റി ചൈനയെ ഉപേക്ഷിച്ചു. നമ്മൾ ഇപ്പോഴും കളഞ്ഞിട്ടില്ല അത്. കാരണം വേറെ ഒന്നുമല്ലോ, ഇത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപുകളായതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ ഉപജീവന മാർഗം ഈ കാണുന്ന വലകൾ, വഞ്ചികൾ, ചീനവലകളൊക്കെയാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന മീനുകളൊക്കെയാണ് ഇവരുടെ ഏറ്റവും വലിയ ഉപജീവന മാർഗം. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ചീനവലകൾ, വഞ്ചികൾ, വലകളൊക്കെ നമുക്ക് ഈ ഏരിയയിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്തായാലും കടലിലേക്ക് എൻട്രോയ് ചെയ്യാൻ ഒരു പാട്ട് കൂടി പാടാം. ഫസ്റ്റ് നമ്പർ പാടാം. റെഡി? നിങ്ങൾ വെയിറ്റ് ചെയ്താറില്ല. ഇത്തവരും 2 സൈഡിൽ നിന്നുള്ള കുഴപ്പമില്ല. എവിടെ വേണമെങ്കിലും നിൽക്കാം. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വെസലിലെ പില്ലറിൽ
ഇപ്പോൾ വേമ്പനാട്ട് കായലും അഴിമുഖവും കടന്ന് അറേബ്യൻ കടലിലാണ്. കടൽ വളരെ ശാന്തമാണ്, തിരമാലകൾ വളരെ കുറവാണ്. സൂര്യാസ്തമയം കാണാനായി ഇപ്പോൾ സമയം രാത്രി 9 മണിയോടെ അടുക്കുന്നു. വിഭവസമൃദ്ധമായ ഡിന്നറിന് ശേഷം ഞങ്ങൾ തിരികെ പോകുകയാണ്. മറൈൻ ഡ്രൈവിലെയും മറ്റ് സ്ഥലങ്ങളിലെയും ദീപാലങ്കാരങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് രാത്രിയിൽ തിരക്കേറിയതും മനോഹരവുമായ ഒരു അനുഭവമാണ്. തണുത്ത കായൽക്കാറ്റ്, ഊർജ്ജസ്വലമായ നഗരവിളക്കുകൾ, ഉന്മേഷദായകമായ അന്തരീക്ഷം പ്രദാനം തരുന്നു. ഇത് വൈകുന്നേരത്തെ നടത്തത്തിനും വിശ്രമത്തിനും അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു. പ്രകാശമാനമായ ആകാശരേഖ കാണാൻ ബോട്ട് ക്രൂയിസുകൾ നടത്തുക, തെരുവ് ഭക്ഷണം ആസ്വദിക്കുക, നടപ്പാതയിലൂടെ നടക്കുക എന്നിവയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതുതായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എക്കാലയിൽ ട്രാവൽ ബ്ലോഗിന്റെ എല്ലാ വീഡിയോകളും യൂട്യൂബിൽ അവൈലബിൾ ആണ്, കാണാൻ മറക്കരുത്.